പല പ്രോഫിറ്റിൻ്റെയും ഇൻകം ടാക്സ് അല്ല, ഷോർട്ട് ടൈം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾക്ക് അടയ്ക്കണ്ട. ലോസ് അടിച്ച് പണ്ടാറടിയുടെ ഞങ്ങളോടാണോ ബാല ടാക്സിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഒരു 50 ലക്ഷത്തിന് 20% എന്ന് പറയുമ്പോൾ നിയർലി 10 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഈ വർഷത്തെ ലോസ് ക്യാരി ഫോർവേഡും ചെയ്യില്ല, അടുത്ത വർഷത്തെ പ്രോഫിറ്റിന് കൊണ്ടേ ടാക്സ് അടയ്ക്കുകയും ചെയ്യും. നമ്മൾ ഒരു രൂപ അനാവശ്യമായിട്ട് ടാക്സ് അടയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ടാക്സിനെ കുറിച്ച് സംസാരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. കാരണം ഇപ്പോൾ ചില കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം ടാക്സ് അടയ്ക്കുക എന്നുള്ളതാണ്. കുറച്ച് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമ്പോഴേക്കും വലിയ ടാക്സുകൾ അടയ്ക്കേണ്ടി വരുന്നു എന്നുള്ളത് എല്ലാവരുടെയും വലിയൊരു കംപ്ലൈൻ്റ് ആണ്. നമ്മൾ നിർമ്മല സീതാരാമൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി തന്നെ പല ആൾക്കാരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. ഇതൊരു വിജയ് ഗേഡിയ പോലും പരസ്യമായിട്ട് ചോദിക്കുന്നതിനെ കുറിച്ചിട്ട് ഉള്ള വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമുക്ക് സംസാരിക്കേണ്ടത് എങ്ങനെയൊക്കെ നമുക്ക് ലീഗലായിട്ട് എങ്ങനെ ടാക്സ് വെട്ടിക്കാം, ട്രേഡ് ചെയ്യുമ്പോൾ ഉള്ള ടാക്സ് മാക്സിമം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ പൊതുവേ വരുന്ന ടാക്സ് എന്ന് പറയുന്നത് ഒന്ന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. ഒരു വർഷത്തിലധികം ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് കിട്ടുന്ന പ്രോഫിറ്റിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ടാക്സ് കറൻ്റ്ലി ഇപ്പോൾ അത് 12.5% മാത്രമല്ല ഒരു വർഷം 1,25,000 രൂപ വരെ ടാക്സ് ഇല്ലതാനും. 1,25,000 മുകളിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ രണ്ടാമത്തെ ടാക്സ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. ഒരു വർഷത്തിൽ താഴെ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ, നമ്മൾ സ്വിംഗ് ട്രേഡ് എന്നൊക്കെ പറയുന്ന ട്രേഡുകളിൽ എത്ര ലാഭം കിട്ടിയാലും അതിൻ്റെ 20% പ്രോഫിറ്റിന് മാത്രമേ പ്രോഫിറ്റിൻ്റെ 20% സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ടാക്സ് കൊടുക്കേണ്ടി വരും. അത് നിർബന്ധമാണ്. ഇനി മൂന്നാമത് ഇൻട്രാഡേ, ഓപ്ഷൻസ്, അതുപോലെ തന്നെ കമ്മോഡിറ്റി ട്രേഡൊക്കെ ചെയ്യുമ്പോൾ വരുന്ന പ്രോഫിറ്റ്, അത് നമ്മുടെ നോർമൽ ഇൻകം ടാക്സ് ആയിട്ടാണ് പരിഗണിക്കുക. ഈ ഇൻകം ടാക്സ് കറണ്ട് നിയമം അനുസരിച്ച് കഴിഞ്ഞ വർഷം വരെ നോർമൽ ഇൻകം ടാക്സ് സ്ലാബ് ഈ പറയുന്ന 7.5 വരെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ന്യൂ റെജീമിൻ്റെ ഓൾഡ് റെജീം അനുസരിച്ച് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഈ വർഷം മുതൽ, ഇനി വരാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇയർ മുതൽ 12 ലക്ഷത്തിനേക്കാൾ കൂടുതൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രം ടാക്സ് കൊടുത്താൽ മതി, നോർമൽ ജോലിക്കാർക്കുള്ള ഇതേ സ്ലാബ്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻലി സംസാരിക്കാൻ പോകുന്നത് ഇത് ഫിനാൻഷ്യൽ ഇയർ എൻഡാണ്. ഇപ്പോൾ ടാക്സിനെ കുറിച്ച് സംസാരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. കാരണം ഇപ്പോൾ ചില കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ വർഷത്തെ ടാക്സ് നമുക്ക് 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ ടാക്സ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും, പറ്റും. ഇതാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ആ ടോപ്പിക്കിലോട്ട് പോവാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടാക്സിൻ്റെ ലോസ് സെറ്റ് ഓഫ് ചെയ്യാം എന്നുള്ളതാണ്. 2023-24 നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സെപ്റ്റംബർ വരെ പല ആളുകളും ലോങ് ടൈമിനും ഷോർട്ട് ടൈമിനും നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു 50 ലക്ഷം രൂപ ലോങ് ടൈം ഓർ ഷോർട്ട് ടൈം രണ്ടും കൂട്ടി ഒരു 50 ലക്ഷം രൂപ പ്രോഫിറ്റ് ഈ വർഷം ഈ ഫിനാൻഷ്യൽ ഇയറിൽ ബുക്ക് ചെയ്തു. ഇപ്പോഴൊന്നുമല്ല, ഒരു 3-4 മാസം മുമ്പ് ബുക്ക് ചെയ്ത ഒരാളുണ്ടെന്ന് കരുതും. ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് 20% എന്ന് പറയുമ്പോൾ നിയർലി 10 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി പുള്ളിയുടെ പോർട്ട്ഫോളിയോയിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടാകും. ഇതിൻ്റെ അത് പല സ്റ്റോക്കുകൾ ലോസിൽ റൺ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ 50 ലക്ഷം രൂപ ഈ വർഷം എപ്പോഴൊക്കെയോ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നു. കറൻ്റ്ലി M2M അല്ലെങ്കിൽ ഹോൾഡിങ്സിൽ ചില സ്റ്റോക്കുകളിൽ ലോസ് ഉണ്ട്. ആ സ്റ്റോക്കുകൾ ലോങ് ടൈമിലായിട്ട് കൈപ്പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുമാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു പോംവഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഹോൾഡിങ്ങിലുള്ള ലോസിൽ കിടക്കുന്ന സ്റ്റോക്കിനെ നാളെ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് ബുക്ക് ചെയ്യാം, ലോസിൽ ബുക്ക് ചെയ്യാം. എന്നിട്ട് നാളെ നെക്സ്റ്റ് ഡേ അത് തിരിച്ച് മേടിക്കാം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും എന്നറിയോ? ഈ വർഷം വന്ന ലോസ് ഈ വർഷത്തെ ബുക്കുകളിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇപ്പോൾ M2M ഒരു 30 ലക്ഷം രൂപ ലോസ് ഉണ്ടെന്ന് കരുതുക. 30 ലക്ഷം രൂപ ലോസ് ഉണ്ടെങ്കിൽ ഓൾറെഡി 50 ലക്ഷം രൂപ പ്രോഫിറ്റ്. ഒരു ദിവസത്തേക്ക് ഈ ലോസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോസ് ഈ വർഷത്തേക്ക് ആടാം. അപ്പോൾ 50 ലക്ഷം പ്രോഫിറ്റിൻ്റെ കൂടെ ഈ 30 ലക്ഷം ലോസ് കുറച്ച് ബാക്കി വരുന്ന 20 ലക്ഷത്തിൻ്റെ 20% എന്ന് പറയുമ്പോൾ ഏകദേശം 4 ലക്ഷം രൂപ അല്ലേ, അത്രയും ടാക്സ് കൊടുക്കേണ്ടി വരുള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 6 ലക്ഷം രൂപയുടെ ടാക്സാണ് അവിടെ സേവ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് വലിയ രീതിയിൽ ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. അതായത് ഈ മാർച്ച് എൻഡ് ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും പലർക്കും എങ്ങനെയാണ് ഇതിൻ്റെ ടാക്സ് പിടിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ചെറിയ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ഉള്ള പ്രോഫിറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ കണക്ക് കൊടുക്കണം. നമ്മൾ
കൊടുക്കുന്ന കണക്കാണ്. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ ഇതിൽ കാണാൻ പറ്റും. നമ്മൾ കണക്ക് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും കണക്ക് കൊടുക്കണം. ഇനിയിപ്പോൾ ചെറിയ രീതിയിൽ ട്രേഡ് ചെയ്യുന്നവർ കണക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിതിനെ ടാക്സ് ഹാർവെസ്റ്റിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ പറയുന്നത് സ്വിംഗ് ട്രേഡും ലോങ് ടൈം ചെയ്യുന്ന ആൾക്കാർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ലോസ്, ലോങ് ടൈം ട്രേഡ് ചെയ്ത ലോസിനെ ഷോർട്ട് ടൈം പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഷോർട്ട് ടൈം ലോസിനെ ലോങ് ടൈം പ്രോഫിറ്റായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്ലി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ആവുള്ളൂ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വർഷം നിങ്ങൾക്കൊരു ലോങ് ടൈം ലോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത കൊല്ലത്തെ ലോങ് ടൈം പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, ക്യാരി ഫോർവേഡ് കേസ് ഞാൻ സെപ്പറേറ്റ് പറഞ്ഞുതരാം. അപ്പോൾ നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു 2 വർഷമായിട്ട് ഹോൾഡ് ചെയ്ത ഒരു സ്റ്റോക്കിന് ഈ വർഷമാണ് ബുക്ക് ചെയ്ത് ഒരു ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടിയെന്ന് വരികയും ഈ പ്രോഫിറ്റിനെ ഈ വർഷത്തെ സ്വിംഗ് ട്രേഡിംഗ് ലോസുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോങ് ടൈം പ്രോഫിറ്റിനെ ഷോർട്ട് ടൈം ലോസ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, ഷോർട്ട് ടൈം പ്രോഫിറ്റിനെ ഷോർട്ട് ടൈം ലോസ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. എന്നാൽ ഷോർട്ട് ടൈം പ്രോഫിറ്റിനെ ലോങ് ടൈം ലോസ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം മുമ്പ് മേടിച്ചൊരു സ്റ്റോക്കിൻ്റെ ലോസ് ഈ വർഷത്തെ സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാരി ഫോർവേഡ് ലോസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ വർഷം എല്ലാ ലോസും ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പോൾ എനിക്ക് ഈ വർഷം 30 ലക്ഷം രൂപ ലാഭവും 50 ലക്ഷം രൂപ ലോസും ആണ് എന്ന് കരുതുക. 20 ലക്ഷം രൂപ ലോസിനെ എനിക്ക് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇങ്ങനെ 8 വർഷം വരെ നമുക്ക് ലോസിനെ ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇങ്ങനെ ലോസിനെ ക്യാരി ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഏത് വർഷമാണോ പ്രോഫിറ്റ് കിട്ടുന്നത് ആ വർഷത്തെ പ്രോഫിറ്റ് ഈ ലോസുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ആ വർഷം 20 ലക്ഷം പ്രോഫിറ്റ് ആണെങ്കിൽ ഈ ലോസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആ വർഷം 0 ലോസ് അടച്ചാൽ മതി. ഇതാണ് ടാക്സ് അടച്ചാൽ മതി. ഇതാണ് ആക്ച്വലി ഷോർട്ട് ടൈം ലോങ് ടൈം ടാക്സ് സേവിങ് സ്കീം. ഇത് മാർച്ച് 30 മുൻപ് ചെയ്യണം. ടാക്സ് സേവ് ചെയ്യണമെങ്കിൽ 2024-25 കണക്കിൽ കയറണം. മാർച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത കൊല്ലായി. കൃത്യമായിട്ട് ഈ വർഷത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മാർച്ച് 25 പകരം മുൻപ് ഈ പറയുന്ന ലോസുകൾ ബുക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേ തിരിച്ച് വാങ്ങുകയാണെങ്കിൽ പല ലോസുകളും പല പ്രോഫിറ്റിൻ്റെയും ഇൻകം ടാക്സ് അല്ല ഷോർട്ട് ടൈം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾക്ക് അടയ്ക്കേണ്ട എന്നുള്ള ഒരു ഗുണമുണ്ട്. അല്ലാതെ ഇതിപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്ത് ബുക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ഇത് പ്രോഫിറ്റ് ആകുമ്പോൾ ഇത് നമ്മൾ പ്രോഫിറ്റ് ആയിരിക്കില്ലേ ബുക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇത് ക്യാരി ഫോർവേഡ് അങ്ങനെ ചില ആൾക്കാർ ചെയ്യും. ഈ വർഷത്തെ ലോസ് ക്യാരി ഫോർവേഡും ചെയ്യില്ല, അടുത്ത വർഷത്തെ പ്രോഫിറ്റിന് കൊണ്ടുപോയി ടാക്സ് അടയ്ക്കുകയും ചെയ്യും. നമ്മൾ ഒരു രൂപ അനാവശ്യമായിട്ട് ടാക്സ് അടയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴത്ത് കമൻ്റ് ഉണ്ട്, ലോസ് അടിച്ച് പണ്ടാറടിയിരിക്കണം ഞങ്ങളോടാണോ ബാല ടാക്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്നത് സ്വിംഗ് ട്രേഡും ലോങ് ടൈമും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ്. F&O ട്രേഡേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്. പക്ഷെ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇളവുകൾ കിട്ടാനുള്ള എന്തെങ്കിലും നമ്മൾ ബ്രോക്കറേജ് GST അത് ഇത് എല്ലാ ടാക്സും കൊടുക്കുന്നുണ്ട്. നമ്മൾ പേഴ്സണലി ട്രേഡ് ചെയ്യുമ്പോൾ ഓക്കെ, അതായത് നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം ഞാനൊരു ചെറിയ ട്രേഡറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു 1 ലക്ഷം 2 ലക്ഷത്തിന് ട്രേഡ് ചെയ്യുന്ന ആൾക്ക് ക്യാപ്പബിൾ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു വർഷം ഒരു 50 ലക്ഷം രൂപ F&Oയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക അവരുമായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. എന്നാൽ അവരെല്ലാം ഭയങ്കര ഹ്യൂജ് ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരാണ്. കറണ്ട് സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിംഗ് പേഴ്സണലി ചെയ്യുന്നതിന് പകരം നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ ഒരു LLP ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയോ രജിസ്റ്റർ ചെയ്യാം. LLPനാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. LLP രജിസ്റ്റർ ചെയ്യുക. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു CS കമ്പനി സെക്രട്ടറിയായിട്ട് സംസാരിച്ചിട്ട് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് തരും. ഒരു LLP കമ്പനീനെ രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ ഈ വർഷം മുതൽ ഞാൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ 4 ആളാണുള്ളത്. കുട്ടി 18 വയസ്സ് താഴെയാണ്, 18 വയസ്സിന് മുകളിലുള്ള 4 ആളാണുള്ളത്. അപ്പോൾ നമ്മുടെ ട്രേഡിങ് നമ്മൾ നേരെ LLPയിലോട്ടാണ് ഇനി ഈ വർഷം മുതൽ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ LLPയിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ വർഷവും എല്ലാവർക്കും എല്ലാ മാസവും 1 ലക്ഷം രൂപ വെച്ച് 4 ലക്ഷം രൂപ നമ്മൾ സാലറി ആയിട്ട് എഴുതി കൊടുക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വർഷം 12 ലക്ഷം രൂപയായിരിക്കും സാലറി കിട്ടുക. നമുക്ക് ആർക്കും ടാക്സ് ഇല്ല. കമ്പനിയുടെ കണക്കിൽ ഇത് ചിലവുമാണ്. അങ്ങനെ വരുമ്പോൾ 12 × 4 ഏകദേശം 48 ലക്ഷം രൂപയ്ക്ക് 0 ടാക്സ്. ഓക്കെ, ഒരു വർഷം 48 ലക്ഷം രൂപയ്ക്ക് 0 ടാക്സ്. ഇനിയിപ്പോൾ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ കാറ് വാങ്ങുന്നത് എന്ത് ചെയ്യാം,
കമ്പനിയുടെ പേരിൽ വാങ്ങാം. എക്സ്പെൻസ് ആയിട്ട് കൊടുക്കാം. അല്ല, ഇത് പേഴ്സണലി ചെയ്താലും സാധിക്കും. എന്നാൽ ഇങ്ങനെ ഇത്രയും സാലറി കൊടുക്കാനായിട്ട് ഇപ്പോൾ ചിലപ്പോൾ പേഴ്സണലി ചിലപ്പോൾ ചില ഒബ്ജെക്ഷൻസ് വന്നേക്കാം. എന്നാൽ നിങ്ങളുടെ ട്രേഡിംഗ് ഒരു കമ്പനിയുടെ അണ്ടറിലോട്ട് മാറ്റി ഒരു LLP ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ആ LLPയുടെ പേരിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ വർഷം മുതൽ ഭയങ്കരമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിനു മുമ്പ് ഈ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു, എന്നാൽ അന്ന് ഇത്ര രൂപ സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു, സാലറി ആയിട്ട് എത്ര കൊടുക്കാൻ പറ്റുമായിരുന്നു, വളരെ നിസ്സാരമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. 48 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു വർഷം ഉണ്ടാക്കുന്നതിൻ്റെ ഏകദേശം ഒരു 80% to 60% വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്നൊരു സ്കീം കറൻ്റ്ലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 രൂപ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സേവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കാം. ചിലവും ഇൻ്റർനെറ്റ് ബില്ലും ഇതൊക്കെ നമുക്ക് ഓൾറെഡി കണക്ട് ചെയ്യാം. എന്തിന് നമ്മൾ ഈ ട്രേഡ് ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ വ്ലോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എഡിറ്ററിൻ്റെ സാലറി വരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലോസിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അല്ല, മീൻസ് നമ്മുടെ ലോസായിട്ട് കമ്പനിയുടെ ലോസായിട്ട് കാണിച്ച് അതിന് ടാക്സിൽ നിന്ന് ഒഴിവാക്കാം, എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും. പക്ഷേ ട്രേഡ് ചെയ്യുമ്പോൾ കൊടുക്കുന്നത് GSTയും ട്രാൻസാക്ഷൻ ചാർജസും ഒക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. പിന്നെ അതിനെക്കുറിച്ച് F&O ട്രേഡേഴ്സ് ബോധയുടെ അല്ലല്ലോ, എല്ലാം കഴിഞ്ഞ് റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാകുന്നത്. ഇത് ഒരു ടാക്സ് വെട്ടിപ്പല്ല, ഇതൊരു ടാക്സ് മാനേജ്മെൻ്റ് ആണ്. ഇതൊരു ടാക്സ് മാനേജ്മെൻ്റ് ആണ്. ഇത് ലീഗലായിട്ട് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക. അനാവശ്യമായിട്ട് ചുമ്മാ ടാക്സ് കൊടുക്കരുത്. നമ്മൾ ടാക്സ് കൊടുക്കാൻ നിർബന്ധിതരാണെങ്കിൽ, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാൻ നമ്മൾ കറക്റ്റ് അതിൽ പെട്ട ആൾക്കാരാണെങ്കിൽ നമ്മൾ ടാക്സ് കൊടുത്തിരിക്കണം, അതിൻ്റെ അകത്തൊരു മാറ്റവും. എന്നാൽ അനാവശ്യമായിട്ട് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല എന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ടാക്സിനെ സേവ് ചെയ്യാനുള്ള മെത്തേഡ്സ് പ്ലാൻ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. 48 ലക്ഷം രൂപ 4 ആളുള്ള ഫാമിലിക്ക് സേവ് ചെയ്യാൻ പറ്റും. 6 ആളുള്ള ഫാമിലിക്ക് എത്ര സേവ് ചെയ്യാൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കാം. അതനുസരിച്ച് 72 ലക്ഷം അല്ലേ. അപ്പോൾ 12 into 72 ലക്ഷം രൂപയുടെ ടാക്സ് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുക, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. ആക്ച്വലി ടാക്സ് ടിപ്പ് കൊടുക്കുന്ന ഒരുപാട് ചാനൽസും ഇതൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു സുനിലിൻ്റെ ഈ ഒരു ടാക്സ്, ഞാൻ ടാക്സ് എക്സ്പേർട്ടൊന്നുമല്ല, ഞാൻ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വെട്ടിക്കാമെന്ന് അനലൈസ് ചെയ്യുന്നവരാണ്. ഇത് വെട്ടിക്കലല്ല, ഇത് ടാക്സ് മാനേജ്മെന്റ് ആണ്. ഇതിന്റെ ടാക്സ് വെട്ടിപ്പിൽ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ലീഗലായിട്ട് ഒരു തെറ്റും ചെയ്യുന്നില്ല, ഞാൻ കൃത്യമായിട്ട് ടാക്സിനെ മാനേജ് ചെയ്യുന്നു. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാനൊക്കെ ഒരുപാട് കടമ്പകളില്ലേ, ലൈക്ക് നല്ല CS-ൻ്റെ അടുത്ത് പോവുക. ഞാൻ പറയുന്നത് ഓൺലൈനിലൊക്കെ 12,000 15,000 കമ്പനി രജിസ്റ്റർ ചെയ്ത് തന്നെ ആൾക്കാരുണ്ടാവും. ഇവിടെ പോവാതിരിക്കുക, കാരണം നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു CS കമ്പനി സെക്രട്ടറിനെ പോയി കാണുക, നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ അതിൻ്റെ സ്കോപ്പ് ആ കമ്പനി ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ചുള്ള സ്കോപ്പ് ഐഡൻറ്റിഫൈ ചെയ്യും. അത് വെച്ചിട്ട് അവർ കൃത്യമായിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്ത് തരും. പേരൊന്നും ഒരു പ്രശ്നമല്ലല്ലോ, ഏതെങ്കിലും ഒരു പേരിലൊരു കമ്പനി രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു ബ്രോക്കറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾ F&O ചെയ്യുക. എല്ലാ മാസവും കൃത്യമായിട്ട് കണക്ക് കൊടുക്കുക, കണക്ക് എഴുതി കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. സാലറി കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കമ്പനി അക്കൗണ്ടിൽ നിന്ന് സാലറി ആയിട്ട് ക്രെഡിറ്റ് ചെയ്യുക. ഇൻ്റർനെറ്റ് ബില്ല് അതുവഴി കൊടുക്കുക. ഇനി നമ്മൾ റെൻറ്റ് ഉണ്ടെങ്കിൽ താമസിക്കുന്ന റെൻറ്റ് പോലും അതിൽ നിന്ന് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്, വീടിൻ്റെ. കാരണം അതെല്ലാം ട്രേഡ് ചെയ്യാനിരിക്കുന്ന ഓഫീസിൻ്റെ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണിക്കാം. അങ്ങനെ A to Z കാര്യങ്ങൾ ആ കമ്പനിയുടെ അണ്ടറിലോട്ട് വന്ന് എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. ഇതെല്ലാം പേഴ്സണലും കാണിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ അതിനേക്കാൾ കുറച്ചൊരു സിമ്പിൾ നിങ്ങൾ കമ്പനിയായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കമ്പനി എന്ന് പറഞ്ഞത്. ലോങ് ടൈം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഈ രീതിയിലും കൂടി നിങ്ങൾ സേവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് ടാക്സ് സേവ് ചെയ്യേണ്ടവർക്കുള്ള ഒരു പോഡ്കാസ്റ്റാണ്. അവരിലേക്ക് കൃത്യമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും വീണ്ടും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് കാണുന്നവരായിരിക്കും. ഗുഡ് ബൈ.